സെഖരിയ പ്രവചനം 14:4 വാക്യം. യേശു എപ്പോൾ മടങ്ങി വരും? വായിക്കാം. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി നടുവേ പിളർന്നു പോകും. മതി. യേശു എപ്പോൾ മടങ്ങി വരും? ഒലിവുമലയുടെ പിളർപ്പ്. സ്തോത്രം. 1900 വർഷത്തിനിടയ്ക്ക് ഇസ്രായേലിൽ ഒരു ഭൂകമ്പമുണ്ടായെന്ന് പറയുന്നു. അതിൻ്റെ അടിഭാഗം പിളർന്നിരിക്കുകയാണ്. ഒലിവുമലയുടെ പ്രത്യേകത 2009 91 ആദ്യ കാലഘട്ടത്തും ലോകത്തിലെ 2 വൻകിട കമ്പനികൾ ഒലിവുമലയിൽ വന്നു. അവരെന്തോ പണിയുവാൻ തുടങ്ങി. ചിലർ പറയുന്നു ഹോട്ടൽ, ചിലർ പറയുന്നു ഹെറിറ്റേജ് വില്ലേജ്. അത് പണിയുവാൻ തുടങ്ങിയപ്പോൾ ഒരു സംഭവം നടന്നു. ഒലിവുമലയ്ക്ക് അടിവാരത്ത് മൂളൽ. സ്തോത്രം. നമ്മൾ ഈ ഹൃദയത്തിന് എക്കോ എടുക്കുന്നത് പോലെ എക്കോ സിസ്റ്റം റേഡിയേഷൻ വഴി ഭൂമിയുടെ അടി ചെക്ക് ചെയ്തപ്പോൾ ഒലിവുമലയുടെ അടിയിൽ ചിതൽ പുറ്റും. അതുപോലെ തന്നെ അറകളും മൂളലും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നതിൽ 26, 19, 20 എന്താ? എന്റെ ജനമേ ക്രോധം കടന്നു പോകുവോളം അല്പനേരം അറകളിൽ വന്ന് രാപ്പാർക്കുവിൻ. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, യേശു എപ്പോൾ വരും? ഒലിവുമലയുടെ അടിവാരത്ത് മൂളൽ ആരംഭിച്ചു. ഇന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ഹല്ലേലൂയയുടെ മൂളലുമില്ല, ഒരു സ്തോത്രത്തിൻ്റെ മൂളലുമില്ല, അഭിഷേകത്തിൻ്റെ മൂളലുമില്ല. പക്ഷേ ഒലിവുമലയിൽ യേശു കാൽ ചവിട്ടുന്നതിന് മുമ്പായി ഒലിവുമല ഒരുങ്ങി പ്രാണപ്രിയനെ എതിരേൽക്കുവാൻ. അതിപ്പോൾ തന്നെ പിളർന്നിരിക്കുന്നു. എക്കോസിസ്റ്റം റേഡിയേഷൻ നോക്കുമ്പോൾ അത് രണ്ടായി പിളർന്നു മാറും. യേശുവിൻ്റെ വരവിന് വേണ്ടി ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് പകൽ നീയും ഞാനും ഒരുങ്ങിയിട്ടുണ്ടോ? 8 സംഭവങ്ങൾ. യേശു എപ്പോൾ വരും? 9ാമത്തെ സംഭവം, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും. എപ്പോൾ? സഭ എടുക്കപ്പെട്ടാൽ ഈ സൂര്യനെയും ചന്ദ്രനെയും ഒന്നിനെയും കാണാതെ ഇരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ആകാശത്തിന്റെ ശക്തികൾ അവന്റെ വരവിങ്കൽ ഇളകുന്നൊരു കാലം ബൈബിളിനകത്തുണ്ടോ? ആകാശത്തിന്റെ ശക്തികൾ ഇളകുന്നൊരു കാലം. വായിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12, 13 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12, 13 വാക്യങ്ങൾ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തില് നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. സൂര്യൻ മാറും, ഭൂമി മാറും, നക്ഷത്രങ്ങൾ താഴെ വീഴും. യേശു എപ്പോൾ വരും? സോളാറിനകത്ത് നിങ്ങൾക്കറിയാം, സൂര്യനും ഭൂമിയും 9,35,00,000 കിലോമീറ്റർ ദൂരം തുടർച്ചയായി 14 വർഷം യാത്ര ചെയ്യണമെന്ന സൂര്യനിൽ എത്തണമെങ്കിൽ മണിക്കൂറിൽ 1,00,000 മിനിറ്റിൽ 1,25,000 ഡിഗ്രി സെന്റിഗ്രേഡ് കത്തിപ്പഴിക്കുന്നു. തീർന്നില്ല, അതിൻ്റെ സെക്കൻഡിൽ 20 ടൺ ഹൈഡ്രജൻ കത്തുന്ന സൂര്യനകത്ത് കളങ്കം വരുമ്പോൾ സഭ എടുക്കപ്പെട്ടാൽ സൂര്യൻ ഇരുളാകും. അങ്ങനെയെങ്കിൽ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി വെളിപ്പെടും. കണ്ടോ? എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു? യേശു ക്രിസ്തുവിന്റെ വരവപ്പോൾ എത്ര പേർ സ്തോത്രം കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടും? ആകാശം കൊടുമുഴക്കത്തോടെ. പണ്ട് പലരും ഈ സൂര്യനെ പറ്റി പറയുന്നത് സൂര്യൻ ഏതാണ്ട് ദേവന, ചന്ദ്രൻ ഏതാണ്ട് ദേവന, പിന്നെ സമുദ്രം ഏതാണ്ട് ദേവിയ. അതെല്ലാം തെറ്റാ. ഇപ്പൊ ശാസ്ത്രം വളർന്നപ്പോൾ പിടികിട്ടി
സൂര്യൻ കത്തി ജ്വലിക്കുന്ന ഒരു ഗോളമാണ്. സൂര്യന്റെ ഉപഗ്രഹമാ ചന്ദ്രൻ. നാം പാർക്കുന്ന ഭൂമി മറ്റൊരു ഗ്രഹമാ. അങ്ങനെയെങ്കിൽ ഇതെല്ലാം അന്ത്യത്തിങ്കൽ കണ്ടോ. ആകാശം കരിമ്പടം പോലെ കറുക്കും പുസ്തക ചുരുൾ. തീർന്നില്ല. ഭൂമി പടുപട പൊട്ടും, കിടുകിട കീറും, മത്തനെ പോലെ ചാടും, കാവൽമാടം പോലെ ആടും. തീർന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും. ഇന്ന് ഈ വചനം കേട്ടിട്ട് പറയണം, സൂര്യൻ ഇരുളാകുന്നതിന് മുമ്പ് നീതി സൂര്യൻ രോഗോപശാന്തിയോട് വെളിപ്പെടും. നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിപ്പാനുള്ളത്. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത്. മക്കള്, യേശു എപ്പോൾ വരും? പിതാവ് അനുവദിക്കുമ്പോൾ. 2, വീടിന്റെ പണി പൂർത്തിയാകുമ്പോൾ. 3, ജാതികളുടെ പൂർണ്ണസംഖ്യ. 4, വിശുദ്ധ പ്രവാചകന്മാരുടെ പ്രവചനം നിവർത്തിയാകുമ്പോൾ. 5, ഇസ്രയേൽ ഭാരമുള്ളൊരു കല്ലാകുമ്പോൾ. 6, അത്തിയാകുന്ന ഇസ്രയേൽ തളിർക്കുമ്പോൾ. 7, ഒലിവുമല ഒരുങ്ങുമ്പോൾ. 8, ജാതിയോടും രാജ്യം രാജ്യത്തോടും യുദ്ധം, ക്ഷാമം, ഭൂകമ്പം കാണുമ്പോൾ. 9, എന്റെ യേശു എപ്പോൾ മടങ്ങി വരും? ആകാശം കരിമ്പടം പോലെ കറുക്കും, ചന്ദ്രൻ രക്തതുല്യമാകും, ഭൂമി പടുപട പൊട്ടുമ്പോൾ ഇതിന്റെ നടുവിൽ ഗംഭീരനാദവുമായി എന്റെ യേശു മധ്യാകാശത്തിൽ വരും. ഗുരു, നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും ലോകം നിന്നെ പകയ്ക്കും. യേശു മടങ്ങി വരും. എന്റെ ആടുകളെ എനിക്കറിയാം. ആടുകളെ അവൻ പേർ ചൊല്ലി വിളിക്കും. അങ്ങനെയെങ്കിൽ ആടുകളുടെ വലിയ ഇടയൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ വരാറായി. 95% പ്രവചനങ്ങൾ നിവർത്തിയായി. ആദ്യമായി വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ബൈബിൾ, ചരിത്രം, അല്പ സയൻസും കൂടി യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ ആസ്പദമാക്കി പ്രവചന സൂക്തങ്ങളിൽ കൂടി ഈ സന്ദേശം കേൾക്കുമ്പോൾ മാർക്ക്, ബീസ്റ്റ്, മുദ്രയും സേണും ഇതൊക്കെ അവിടെ കിടക്കട്ടെ മക്കളെ. അതിനും വിട്ട് രക്ഷയുടെ പെട്ടകത്തിനകത്ത് നീ കടന്നിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ വരവിൽ ആർ നിൽക്കും? യെശയ്യാവ് ചോദിക്കുന്നു, അവന്റെ പ്രത്യക്ഷതയിൽ ആർ കാണും? യേശുവിന്റെ വരവിൽ പോകുവാൻ 6 യോഗ്യത നമുക്ക് ആവശ്യമാ. 7 യോഗ്യത നമുക്ക് ആവശ്യമാ. ആ യോഗ്യത പറയുമ്പോൾ സ്തോത്രം, സന്ദേശം അവസാനിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇസ്രായേലിനെ മാത്രം നോക്കിയാൽ യേശു വരുമെന്ന്. ഈ ലോകമഹായുദ്ധം കൊണ്ട് ലോകത്തിന് 10 പൈസ കിട്ടിയില്ല. 2ാം ലോകമഹായുദ്ധം കൊണ്ട് ജെറുസലേം സ്വതന്ത്രമായെങ്കിൽ, പ്രിയ മക്കളെ, ഈ തലമുറയിൽ റഷ്യ ഇസ്രായേൽ വാർ വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ യേശുവിന്റെ പ്രത്യക്ഷതയിൽ, ഇത് പറഞ്ഞില്ലേ, പ്രഭാഷണം പ്രസംഗിച്ചുകൊണ്ട് വലിയ കാര്യമുണ്ടോ? ആരെടുക്കപ്പെടും? യേശുവിന്റെ പ്രത്യക്ഷതയിൽ 6 വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. യേശു ക്രിസ്തുവിന്റെ മഹത് പ്രത്യക്ഷതയിൽ ആരെടുക്കപ്പെടും? വെളിപ്പാട് 22-ന്റെ 14-ാമത്തെ വാക്യം 6. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന്, ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും, ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിന്, തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാൻ. എവിടെ വസ്ത്രം? കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം അങ്കിയാൽ. കണ്ടോ വസ്ത്രം? എത്ര! ഞാൻ കള്ളനെ പോലെ വരും. നിന്റെ ഉടുപ്പ് മലിനമാകാതിരിക്കാൻ വെളിപ്പാട് രേഖപ്പെടുത്തുന്നു. വായിക്കുന്നില്ല? വസ്ത്രം കുഞ്ഞാടിന്റെ നിണത്താൽ അലക്കി വെളുപ്പിച്ചവർ. 1,
യേശുവിന്റെ വരവിൽ പോകണമോ, നീതിയുടെ അങ്കി നാം ധരിച്ചിരിക്കണം. രണ്ടാമത്തെ കാര്യം, നീതിയുടെ അങ്കിയല്ല കൂടാതെ രക്ഷയുടെ വസ്ത്രം സ്തുതി എന്ന മേലാട. യേശുവിന്റെ വരവിൽ പോകണമെങ്കിൽ 1 നീതിയുടെ അങ്കി, 2 രക്ഷയുടെ വസ്ത്രം, 3 സ്തുതി എന്ന മേലാണ്. പണ്ടത്തെ പല കൺവെൻഷനുകളിലും ഇതേ ലവ് ആർമിയുടെ കൺവെൻഷനകത്ത് ഉപവാസത്തിനകത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടി ദൈവസന്നിധിയിൽ പാടുമായിരുന്നു, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ നിനക്കായി ഒരുക്കിയ നീതിയുടെ അങ്കി. എന്താ നീതിയുടെ അങ്കി? ഒന്നാമത്തെ ആദം ഏദനിൽ, സ്തോത്രം, പാപം ചെയ്ത് രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കത്തെ ആദം നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ നമ്മുടെ പാപം ശുദ്ധീകരിച്ചു. തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ അവൻ വരാറായി. വിശുദ്ധ വെളിപ്പാട് 19:11 വീണ കുഞ്ഞാടിന്റെ കല്യാണം, 20:21 പുത്തൻ യെരൂശലേം, 22 ഗോപുരത്തിൽ കൂടി കടന്ന് ജീവജല നദി, ജീവമരം, അതിലേക്ക് കടക്കുന്നവൻ നീതിയുടെ അങ്കിയും രക്ഷയുടെ വസ്ത്രവും, തീർന്നില്ല, സ്തുതി എന്ന മേലാടയും. സ്തോത്രം. അതുകൊണ്ട് കർത്താവേ, അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഒരടുത്ത 5 വർഷമോ 4 വർഷമോ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നെ രക്ഷയുടെ സന്ദേശം കേൾപ്പിച്ചെങ്കിൽ എൻ്റെ ഉടുപ്പ് മലിനമാ. ആദമിന് സ്വർഗം വിളിക്കുന്നു, പാപം ചെയ്ത ആദമേ നീ എവിടെ? ഈ അന്ത്യകാല പ്രഭാഷണത്തിൽ ലോകത്തിന്റെ ഏത് പട്ടണത്തിലും ഇരിക്കുന്ന കുഞ്ഞെ, ഇന്ന് രാത്രി സ്വർഗം ചോദിച്ച പോലൊരു ചോദ്യം നിന്നോട് ചോദിക്കുന്നു. അങ്കി നഷ്ടപ്പെട്ടെങ്കിൽ മടങ്ങി വാ. നമുക്ക് വേണ്ടി ഒരങ്കി തന്ന നല്ല ഇടയൻ കാൽവറിയിൽ സ്വന്തം ചങ്കില ചോര നമുക്ക് വേണ്ടി കൊടുത്തെങ്കിൽ എവിടെ ഇരുന്നെങ്കിലും പറ, ആ രക്തത്താൽ ഇന്നെന്നെ കഴുകണമേ. ആർക്ക് പറയും? ഞാനൊരു പാപിയായ മനുഷ്യനാ. ഇന്ന് പറയുവാൻ സാധ്യമുണ്ടോ? സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പറയണം, സ്തോത്രം, എനിക്ക് അങ്കി ഒന്ന് ലഭിക്കണം. തീർന്നില്ല. നോഹ നല്ല സുവിശേഷകനായിരുന്നു, പക്ഷേ മദ്യവും വീഞ്ഞും, മദ്യം പരിഹാസിയും വീഞ്ഞ് കലഹക്കാരനുമാണ്. അപ്പൊ സ്വർഗത്തിലെ ദൈവം എന്തോ ഇത് അബ്രഹാമിനെ തെരഞ്ഞെടുത്ത് നോഹയുടെ കാ വെട്ടി അബ്രഹാമി കൊടുത്തു. അബ്രഹാമായി അവനെ അനുഗ്രഹിച്ചു. നോഹായി, അബ്രഹാം വിശ്വാസികളുടെ പിതാവായി. മക്കളെ, മദ്യവും വീഞ്ഞും കലഹവും പരിഹാസവും നമ്മുടെ കുടുംബത്തിൽ തരുമ്പോൾ ഇന്ന് രാത്രിയും പകലും അതിനെ വിട്ടിട്ട് പ്രാർത്ഥിച്ച് യേശുവിലേക്ക് മടങ്ങി വാ. ഞാനൊരു പാപിയാ, കർത്താവേ നീതിയുടെ അങ്കി എനിക്ക് തരണമേ, രക്ഷയുടെ വസ്ത്രം എന്നെ ഉടുപ്പിക്കണമേ. തീർന്നില്ല, സ്തുതിയുടെ മേലാണ് എന്നെ ധരിപ്പിക്കണമേ. അങ്ങനെ ആർ പറയുന്നു? ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ നീ യോഗ്യത. രണ്ടാമത്തെ യോഗ്യത നിർമ്മലത. എന്താ നിർമ്മലത? 1 യോഹന്നാൻ 3:3 വാക്യം എന്താ? 1 യോഹന്നാൻ 3 അധ്യായം അതിന്റെ 3 വാക്യം. കർത്താവിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം, ഈ പ്രത്യാശ, വരവിനെ പറ്റി പ്രത്യാശയുള്ളവർ, വായിച്ചാണ് കുഞ്ഞേ, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ, എന്റെ കർത്താവ് നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അടുത്ത വാക്യം കൂടെ. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. യെസ്, പാപം അധർമ്മം തന്നെ. യെസ്, പാപത്തെ വിട്ട് സാക്ഷാൽ ഞങ്ങളുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, ഞങ്ങളുടെ വേദനകൾ അവൻ ചുമന്നു. കുഞ്ഞാടിന്റെ നടുവിൽ, ചെന്നായ്ക്കളുടെ നടുവിൽ ബാശാൻ കുറ്റന്മാർ വളയുമ്പോൾ രോമം കത്രിക്കുന്നവരുടെ ഇടയിൽ ഒരാടിനെ പോലെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി
സ്തോത്രം. കാൽവറിയിൽ അവൻ പരമയാഗമായെങ്കിൽ വിശുദ്ധ വെളിപ്പാട് പുസ്തകം പറയുന്നു എന്താ? നിർമ്മലത, നിർമ്മലത, നിർമ്മലത. സ്തോത്രം. എന്താ നിർമ്മലത? എന്താ നിർമ്മലത? യേശു തന്നെത്താൻ ക്രൂശിൽ അർപ്പിക്കപ്പെട്ടതുപോലെ ഉറപ്പുള്ള വിശ്വാസം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിർമ്മലത കാത്ത് സൂക്ഷിക്കണം. ഇതാ നിർമ്മലത. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാകട്ടെ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അനന്ത നിത്യതയിൽ പൗലോസ് അഗ്രിപ്പ രാജാവിന്റെ മുൻപിൽ നിന്നു തല പോയാലും ഉറപ്പുള്ള വിശ്വാസത്തോടെ നിർമ്മലതയോടെ വചനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം എഴുന്നേൽക്കപ്പെടട്ടെ. നാം രൂപാന്തരപ്പെടാറായും. ഒന്ന് എന്താ? അവന്റെ അങ്കി എന്താ? ഒന്ന് കിട്ടണം, നീതിയുടെ അങ്കി. തീർന്നില്ല. രണ്ട്, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നാമും നിർമ്മലനായിരിക്കും. മൂന്ന്, നടപ്പ് യോഗ്യത. ഒരു വ്യക്തിയുടെ ഫിലിപ്പിയർ 1:27 വാക്യം കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ. ഫിലിപ്പിയ ലേഖനം 1:27 വാക്യം. ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ടോ, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏക ആത്മാവിൽ നിലനിന്ന്, ഏക ആത്മാവിൽ ഐക്യത്തോടെ. അടുത്തത്, എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പീൻ. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്. ഇതൊക്കെ ലേഖനങ്ങളാ. ഇതൊക്കെ ഒരു കൺവെൻഷനിൽ പോലും ഞാൻ പ്രസംഗിക്കാറില്ല. ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായിട്ട് എന്നോട് മണവാട്ടി സഭയുടെ യോഗ്യതകളെ പറ്റി പറഞ്ഞപ്പോൾ 6 മഹത് പ്രത്യക്ഷതയിൽ എടുക്കപ്പെടും. പലരും വിശ്വാസത്യാഗം. ഇന്ന് ഇന്റർനെറ്റിനകത്ത് ഭയങ്കര പ്രസംഗം. വിശ്വാസത്യാഗം സംഭവിക്കും, എതിർ ക്രിസ്തു വരും, അധർമ്മമൂർത്തിയുടെ മുമ്പിൽ നിങ്ങളെ നിർത്തും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പിട്ട് പഥ്യോപദേശം കേൾക്കണം. എന്താ? ക്രിസ്തുവിൽ ഐക്യപ്പെടണം. ഫിലിപ്പിയ ലേഖനത്തിൽ എന്താ ക്രിസ്തുവിൽ ഐക്യത? ശരീരം നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടു. ശരീരമാകുന്ന സഭ. ഒരു സഭായോഗം ഒരിടത്ത് നടക്കുക. അവിടെ 4 ഗ്രൂപ്പായിട്ട് ആൾക്കാരിരിക്കുന്നത്. ഇതിൻ്റെ പേര് ഐക്യത. ഒരു ഗ്രൂപ്പ് തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത്, മറ്റൊരെണ്ണം വടക്കോട്ടിരിക്കുന്നത്, ഒരെണ്ണം പടിഞ്ഞാറോട്ടിരിക്കുന്നത്, ഒരെണ്ണം കിഴക്കോട്ടിരിക്കുന്നത്. പാസ്റ്റർ പറയുക, കർത്താവ് ഇത്ര ഐക്യത തന്നതിനായി സ്തോത്രം. കുറേ പേര് തെക്കോട്ടും കുറേ വടക്കോട്ട് കുറേ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും എഴുന്നിട്ട് പറയാം ഐക്യത തന്നതിനാ. പിന്നെ ഈ സഭയ കലകമുള്ള സഭയാ. അതുകൊണ്ട് പാസ്റ്റർ ഹെൽമറ്റ് വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത്. എന്നിട്ട് പറയാം ഐക്യത. ആ ഐക്യതയല്ല ഐക്യത. ക്രിസ്തുവിന്റെ സുവിശേഷം നിന്റെ അകത്ത് വരുമ്പോൾ പക, പിണക്കം, കോപം, ദ്വന്ദ്വപക്ഷം, ജാരശങ്ക ഇതെല്ലാം വിട്ട് സുവിശേഷത്തിൽ ഐക്യതയും യോഗ്യതയും കെട്ടുറപ്പുമുണ്ടായിരിക്കണം. ഐക്യതയില്ലാത്ത ഒരു സഭയും നിത്യരാജ്യത്തിൽ കടക്കുകയില്ല. ഈ അടുത്ത സമയത്ത് ഒരു സഭയിൽ ഒരു ഉപദേശി പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കത്തിക്കയറി. 500 പേരുള്ള സഭയാ. ഉടനെ സഭയില് അവസാന പ്രസംഗത്തിൽ പുള്ളി പറഞ്ഞു, ഈ സഭയിലെ ഒറ്റയെണ്ണം പാസ്റ്റർ സഹിതം സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. സ്തോത്രം. ഉടനെ കമ്മിറ്റിക്കാർ കൂടി. എന്താ? സഭയിൽ ആരും സ്വർഗത്തിൽ പോകത്തില്ല. ദൈവദാസൻ പോയി. ഇന്ന് വൈകിട്ട് കമ്മിറ്റി ഉണ്ട്. സ്തോത്രം. ഒരു അച്ചായനാ സഭ നിയന്ത്രിക്കുന്നത്. എല്ലാ കമ്മിറ്റിക്കാരും വന്ന് ഉടനെ പാസ്റ്റർ ഒരു തീം തയ്യാറാക്കി. സഭ എങ്ങനെ പോണ് ഒരു ദൂത് കേട്ടതല്ലയോ. അച്ചായൻ കമ്മിറ്റിക്കാർക്ക് ചായ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി മേലെ ആ പാസ്റ്റർ ഈ സഭയെ കയറ്റിയേക്കല്ലെന്ന്. സ്തോത്രം. എന്തിനാ കമ്മിറ്റി വിളിച്ചത്? ഈ സഭയൊന്നും ഗുണപ്പെട്ടതില്ലെന്ന്. സ്തോത്രം. അങ്ങനെയെങ്കിൽ സഭ ഐക്യത്തോടെ വചനപ്രകാരം യോഗ്യതയോടെ ക്രിസ്തുവിന്റെ വരവിൽ ആർ നിൽക്കും. 1, നീതിയുടെ അങ്കി. 2, രക്ഷയുടെ വസ്ത്രം. 3, സ്തുതിയുടെ മേലാണ്. 4, നിർമ്മലത. 5, സുവിശേഷത്തിന്റെ ഐക്യം യോഗ്യതയോടെ നിൽക്കുമെങ്കിൽ കാൽവറിയിലെ ഗംഭീരനാദം നാം കേൾക്ക്. തീർന്നില്ല. അടുത്തത് പൗലോസ് ശ്ലീഹ
എഴുതിയിട്ടുണ്ട്. 1 പത്രോസ് ലേഖ 1 പത്രോസ് 1:4. നാം വഴി തെറ്റി പോകരുത്. വായിക്കാം, വേഗത്തിൽ അവസാനിപ്പിക്കാം. 1 പത്രോസ് 1:4. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ മതി. അന്ത്യകാലത്തിനകത്ത് പരിശുദ്ധാത്മാവിനാൽ കാക്കപ്പെടണം. ആരാ? മണവാട്ടി പരിശുദ്ധാത്മാവിനാൽ കാക്കപ്പെടണം. ആര് പ്രസംഗിക്കും ഇതറ്? ഇതാ പരിശുദ്ധാത്മാവ്. യേശു പറഞ്ഞു, ഞാൻ പോയ ശേഷം നിങ്ങൾക്കൊരു കാര്യസ്ഥനെ അയക്കും, അവൻ സകലത്തിലും നിങ്ങളെ വഴി നടത്തും. അതിലെ പരിശുദ്ധാത്മാവ്. ഏലിയാസർ എന്ന വിശ്വസ്ത ദാസൻ ഇസഹാക്കിന് വേണ്ടി മരുഭൂമിയിൽ ആരെയാ? റബേക്ക എന്നൊരു മണവാട്ടിയെ ഒരുക്കി. അതാ അതിൻ്റെ നിഴൽ. അങ്ങനെയെങ്കിൽ സഭയാകുന്ന മണവാട്ടിയെ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നാം കാക്കപ്പെടണം. എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നാം കാക്കപ്പെടണം. അവന്റെ പ്രത്യക്ഷതയിൽ നിലനിൽപ്പാൻ. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൽ നാം കാക്കപ്പെടണം. മരുഭൂമിയിലെ സഭയെ പറ്റി പറയുമ്പോൾ വിശ്വസ്തദാസനെ പരിശുദ്ധാത്മാവിൽ നാം കാക്കപ്പെടണം. അവസാനിപ്പിക്കാം 3 വാക്യങ്ങൾ. അടുത്തത് താഴ്മ. കൊലോസ്യ ലേഖനം 3:12-13 വാക്യങ്ങൾ. കൊലോസ്യർ 3:12-13 വാക്യങ്ങൾ. എന്താ വേണ്ടിയത്? അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും മതി. അപ്പൊ എന്തോ ഉണ്ടാവണം? യോഗ്യത എന്തോ? താഴ്മ, 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 താഴ്മ. ഇന്ന് ദൈവസഭയിലുണ്ടോ? ദൈവസഭ മടങ്ങി വരട്ടെ. ഒരു പള്ളിയിലെ ഒരച്ഛൻ ഭയങ്കര സന്ദേശം കൊടുക്കുക, ദുഃഖ വെള്ളിയാഴ്ച. ഈ സന്ദേശം, ശക്തമായ സന്ദേശം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, എല്ലാവരും താഴ്മയുടെ അനുഭവത്തിലേക്ക് വരട്ടെ. സമർപ്പണ പ്രാർത്ഥന. നമുക്ക് താഴാം. നമ്മുടെ തോമസ് ഊട്ടിച്ച അത് കേട്ടിട്ട് കസേരയിൽ നിന്ന് ഇറങ്ങി കാർപ്പറ്റായിരുന്നു. വീണ്ടും അച്ഛൻ പറഞ്ഞു, നമുക്ക് താഴാം. പുള്ളി വിചാരിച്ചു ഇനി കാർപ്പറ്റിൽ നിന്ന് കയറ്റുവായി ഇറങ്ങാം, താഴാം. വീണ്ടും അച്ഛൻ പറഞ്ഞു, നമുക്ക് വീണ്ടും താഴാം. ഉടനെ കയറ്റുവായി തറയിരുന്നു. വീണ്ടും അച്ഛൻ പറഞ്ഞു താഴാം. ഉടനെ തോമസ് ഊട്ടിച്ച എഴുന്നേറ്റ് ചോദിച്ചു, ഇനി പാതാളത്തിലേക്ക് താഴണോ? ആ താഴ്ചയല്ല. സ്തോത്രം. ദയ, ദീർഘക്ഷമ, വചനത്തിന്റെ പരിജ്ഞാനം, ഇതനുസരിച്ച് നമ്മെ തന്നെ താഴ്ത്തണം. അടിയനിതാ, അടിയനിതാ. ആരാ താഴ്മ? എനിക്ക് ശമൂവേൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാ. ഏലിയുടെ ഭവനത്തിൽ 2 എണ്ണം വഴി പിഴച്ചു പോയപ്പോൾ ആ ശമൂവേൽ പായക്കകത്ത് കിടന്നപ്പോൾ സ്വർഗത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, അടിയനിതാ, അടിയനിതാ. താഴ്മ. മകളെ, മകനെ, താഴ്മയുടെ രൂപത്തിലേക്ക് നാം ഒന്ന് മടങ്ങി വരട്ടെ. നെഞ്ചു കീറിയ അവന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ആർ യോഗ്യരായി മാറും? തീർന്നില്ല. 2 കാര്യങ്ങൾ കൂടി പറയുമ്പോൾ സന്ദേശം അവസാനിപ്പിക്കും. കർത്താവിന്റെ വരവിൽ പോകണമോ? യോഗ്യതയേര് 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ തിരുവെടുത്ത്. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ തിരുവെടുത്ത്. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളുവീൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ കണ്ടോ, പഴയതിനെ വെടിഞ്ഞിട്ട് നിങ്ങളെ വിളിച്ച വിശുദ്ധനത്വവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. കണ്ടോ, കൃപയാണേ. ഞാൻ നിന്നത് ദൈവത്തിന്റെ കൃപയാ. എന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ.
എൻ്റെ മിനിസ്ട്രി ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ പോകുന്നത് കൃപയാ. കോവിഡ് കാലത്ത് ഞാൻ ആയിരിക്കുന്നത് കൃപയാ. അതിൻ്റെ മലയാളമാ വചനത്തിൽ പ്രത്യാശ വെക്കുക. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണോ? വചനത്തിൽ പ്രത്യാശ വെക്കുക. അതാ പത്രോസ്ലീഹ അന്ത്യകാലത്തിൽ നിങ്ങൾക്ക് വെളിപ്പെടുവാനുള്ള ദൈവശക്തിയിൽ നിങ്ങൾ കാക്കപ്പെടണം. ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന മക്കൾ എന്ത് ചെയ്യണം? വീണ്ടും കൃപ കൃപ കൃപ, മുന്നുറപ്പിച്ച പ്രത്യാശ. അർത്ഥവാ അജ്ഞാനികളായി നിൽക്കാനല്ല, പഴയതിനെ മറന്നിട്ട് പ്രത്യാശയിലേക്ക് കടന്നു വരണം. ഒറ്റ പാർട്ടൂടെ 7ാമത്തെ ഭാഗ്യം കൂടെ വായിച്ച് നിർത്താം. യേശുവിൻ്റെ വരവിൽ ആരെടുക്കപ്പെടും? റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. റോമർ 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. പൗലോസ്ലീഹ പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ നാം ഉയർക്കും. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അടുത്തത് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നമ്മുടെ മർത്യ ശരീരങ്ങളെയും അവൻ ജീവിപ്പിക്കും. ദ്രവത്വം അദ്രവത്തെ അവകാശമില്ല. ബലഹീനതയിൽ വിതയ്ക്ക്, ശക്തിയിൽ ഉയർക്ക്. പ്രാകൃത ശരീരം മാറ്, തേജസ്സുള്ള ശരീരമായി മാറ്. ഓ ഹല്ലേലൂയ. നാം എല്ലാം നിദ്ര കൊള്ളുകയില്ല. ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കയില്ല. ബലഹീനതയിൽ വിതയ്ക്കും, ശക്തിയിൽ ഉയർക്കും. അപമാനത്തിൽ വിതയ്ക്കും, തേജസ്സിൽ ഉയർക്കും. പ്രാകൃത ശരീരം മാറും, ആത്മീയ ശരീരമായി രൂപാന്തരപ്പെടും. ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, ആരെയും ദുഃഖിപ്പിക്കാനല്ല. സജു ചാത്തന്നൂർ ഇത് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കാത്ത ഒരെണ്ണവും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടത്തില്ല. അതുകൊണ്ട് എഫേസ്യർ 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ആമോസും യെശയ്യാവ് ചോദിക്കുന്നു, അവന്റെ പ്രത്യക്ഷതയിൽ ആർ നിലനിൽക്കും? 7 കാര്യങ്ങൾ, 7 വാക്യങ്ങൾ, 10 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കല്ലറയിലേക്ക് പോയ സഹോദരിമാർ, റോമിന്റെ ഇമ്പീരിയൽ മുദ്രയും 200 പടയാളികളും പള്ളി പോലീസും നിൽക്കുമ്പോൾ സഹോദരിമാർ ഓടിച്ചെല്ലുമ്പോൾ ഭാരമുള്ള കല്ല് അവിടെ നിന്ന് മാറ്റി. ഈ പ്രഭാഷണം കേൾക്കുന്ന ദൈവമക്കളെ, മരിച്ചവരെ ആദ്യഫലക്കറ്റയായി യേശുവിനെ ഉയർപ്പിച്ചെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിൽ വസിക്കുമ്പോൾ നിങ്ങളുടെ താഴ്മയുള്ള ശരീരത്തെ തേജസ്സുള്ള ശരീരത്തോട് ചേർന്ന് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. എത്ര കാര്യം പറഞ്ഞു മക്കളെ. അവന്റെ പ്രത്യക്ഷതയിൽ ആർ നിൽക്കുക. യേശു എപ്പോൾ വരും? കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാ. ഒരിക്കൽ കൂടി, പിതാവ് ഭവനമൊരുക്കുമ്പോൾ യേശു എപ്പോൾ വരും? പിതാവ് അനുവദിക്കുമ്പോൾ. യേശു എപ്പോൾ വരും? പൂർണ്ണസംഖ്യ തികയുമ്പോൾ. യേശു എപ്പോൾ വരും? വിശുദ്ധ പ്രവചനം. യേശു എപ്പോൾ വരും? ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും. യേശു എപ്പോൾ വരും? ഇസ്രായേൽ ഭാരമുള്ള കല്ല്. യേശു എപ്പോൾ വരും? അത്തി തളിർക്കുമ്പോൾ. യേശു എപ്പോൾ വരും? ഒലിവുമല ഒരുങ്ങുമ്പോൾ. യേശു എപ്പോൾ വരും? ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ വീഴുമ്പോൾ, ഭൂമി പൊട്ടുമ്പോൾ. അവന്റെ വരവിൽ പോകുവാൻ നീതിയുടെ അങ്കി, സ്തുതി എന്ന മേലാട, രക്ഷയുടെ വസ്ത്രം, നിർമ്മലത, നടപ്പ്, യോഗ്യത. തീർന്നില്ല. ദൈവശക്തിയിൽ കാക്കപ്പെടണം, ഐക്യത വേണം. മുന്നുറപ്പിച്ച വിശ്വാസത്തിൽ കൃപയാൽ താഴ്ത്തിക്കൊടുക്കണം. അവരിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ മണ്ണിനകത്തുറങ്ങുന്ന വിശുദ്ധന്മാർ കർത്താവിന്റെ കാകളത്തിങ്കൽ എടുക്കപ്പെടും. ദൈവസഭയെ അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാകളനാദം ഇവിടെ കയറി വരിക. മേലാൽ ധന്യനായ പൗലോസ്ലീഹ, കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാകള്. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽക്കുവാൻ
മേഘത്തട്ടുകളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിപ്പിൻ. മകനെ, മകളെ, പരിശുദ്ധാത്മാവ് ഹേമിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം 3-ാം ദിവസം കല്ലറയിലേക്ക് പോയി 39 അടികൾ ഏറ്റുവാങ്ങി. ആരെ കണ്ടാലും വിരൂപമാക്കപ്പെട്ട ശരീരം. അരിമത്തക്കാരനായ യോസഫ്, ഹല്ലേലൂയ, രാത്രിയിൽ വന്ന നിക്കോദിമോസ്, എൻ്റെ യേശുവിൻ്റെ ശരീരം കല്ലറയ്ക്കകത്തടക്കി. എന്താ ചെയ്തത്? ഒരു ഹല്ലേലൂയ റോമാ ഗവൺമെന്റിന്റെ 200 റാത്തലുള്ളൊരു കല്ല്, 75 ടൺ ഭാരമുള്ള കല്ല്, 200 പള്ളിപ്രമാണികൾ, ഹല്ലേലൂയ റോമിന്റെ പടയാളികൾ കാത്തു നിൽക്കുമ്പോൾ വിശ്വാസത്താൽ ആരെനിക്ക് വേണ്ടി കല്ല് മാറ്റും. പ്രഭാതത്തിൽ ആ കല്ലറയിലേക്ക് പോയ സഹോദരിമാർ കണ്ടത് എന്താ? അവരുടെ മുൻപിൽ ആ കല്ല് മാറ്റിയിരിക്കുന്നു. ഈ വർഷത്തിന്റെ അവസാനം ഈ പ്രസംഗം കേൾക്കുന്ന ചില ജീവിതങ്ങൾ, മകനെ, മകളെ, ചെറുപ്പക്കാരി, അപ്പച്ചമ്മച്ചി, നിന്റെ വിഷയത്തിനകത്ത് ഭാരമുള്ളൊരു കല്ലായി ഇന്ന് പലതും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രഭാതത്തിൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങുക. നീ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഭാരമുള്ള കല്ല് ഹല്ലേലൂയ മാറ്റുവാൻ കരുത്തുറ്റൊരു ദൂതനുണ്ട്. എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നു? ദ മൈറ്റി പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് പകൽ ദൈവശക്തി ഇറങ്ങി വരട്ടെ, പരിശുദ്ധാത്മാവിന്റെ കൃപ ഇറങ്ങി വരട്ടെ. അവൻ നമുക്ക് മുമ്പായി തന്റെ ദൂതനെ ചിരുമ്പോടമ്പലുകളെ തകർക്കുന്ന, താമ്ര കഥകളെ മാറ്റുന്ന, റോമാ ഗവൺമെന്റിന്റെ ഇംപീരിയൽ മുദ്രയെ മാറ്റിയൊരു കർത്താവ്, കല്ലുകളെ പൊട്ടിച്ച കർത്താവ്, ഭരിച്ചവരിൽ ആദ്യഫല കക്ഷിയായി എന്റെ യേശുവിനെ ഉയർത്തിയെങ്കിൽ നിന്നെ ഉയർത്തുക, നിന്റെ വിഷയത്തെ ഉയർത്തുക, നിന്റെ വിഷയത്തിനകത്ത് നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക കരുത്തുറ്റൊരു ദൈവം ഇന്ന് രാത്രി തന്നെ പുത്രനെ അയച്ചെങ്കിൽ വിശ്വസിക്കുക, നീ രക്ഷ പ്രാപിക്കും. എത്ര പേർ ഇത് ഏറ്റെടുക്കുന്നു? സാധാരണ ഒരു പാറയാ അവിടെ കിടന്നത്, പക്ഷേ യുഗങ്ങളുടെ പാറ അതിനകത്ത് കിടക്കും. ആത്മീയ പാറയിൽ നിന്നല്ലോ നാം കുടിച്ചത്, ആത്മീയ പാറയല്ലോ നമ്മെ വഴി നടത്തിയത്. ക്രിസ്തുവാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം നിന്റെ മേൽ പാറ പോലൊരു പ്രശ്നം നിവർത്തി വെച്ചാൽ ആരും മാറ്റാൻ കഴിയത്തില്ലെങ്കിൽ ഉറപ്പിച്ച് പറയണം, ക്രിസ്തുവാകുന്ന പാറമേൽ ഞാൻ നിൽക്കുക. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ടു. നാശകരമായി കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ. ഈ അന്ത്യകാലത്തിന്റെ ദൂത് കേട്ട സഹോദര, ഇന്ന് രാത്രി ക്രിസ്തുവാകുന്ന പാറമേൽ. സിസ്റ്റർ, ഇന്ന് രാത്രി ക്രിസ്തുവാകുന്ന പാറമേൽ. ബ്രദർ, ഇന്ന് രാത്രി ആ പാറമേൽ. അപ്പച്ചാമ്മച്ചി, പാറമേൽ. ഹല്ലേലൂയ, ദൈവത്തിന്റെ ദാസനെ, ആ പാറമേൽ നിന്റെ കാൽ ചവിട്ടിയാൽ ഒരന്ധകാര ശക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. നിന്റെ കല്ലുകളെ മാറ്റുവാൻ, മറുപടി തരുവാൻ ദൂതൻ 2021 ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ മറുപടി തരുവാൻ എൻ്റെ നാഥൻ വന്നിട്ടുണ്ട്. സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മെസ്സേജ്. പരിശുദ്ധാത്മാവിൻ്റെ കരം ഇന്ന് പകൽ ചലിക്കട്ടെ. രാജ്യങ്ങളിലേക്ക് ഈ സുവിശേഷം ഇറങ്ങുമ്പോൾ ഭാരമുള്ള കല്ലുകൾ മാറട്ടെ. നാളുകളായി പ്രാർത്ഥനാ വിഷയത്തിനകത്ത് കെട്ടിവെച്ചിരിക്കുന്ന പോരുകൾ സ്വർഗം അഴിച്ചു മാറ്റട്ടെ. ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അതിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ സന്ദേശത്തിൽ കൂടി വ്യാപരിക്കട്ടെ. ലോക രാജ്യങ്ങളിൽ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ഒരു ഉണർവ് വ്യാപരിക്കട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾ ഈ യോഗ്യതയുള്ളവരായി നിത്യതയിലെ കവാടത്തിലേക്ക് എടുക്കപ്പെടുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. വിശ്വസ്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലാൽ സംഭവിക്കാനുള്ളത് എൻ്റെ യേശു വരാൻ കാലമായി. പ്രവചനങ്ങൾ മുഴുവൻ നിവർത്തിയാകുന്നു. ഇസ്രയേൽ ഒരുങ്ങിക്കഴിഞ്ഞു. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടുമുള്ള സംഭവങ്ങൾ നിവർത്തിച്ചു കഴിഞ്ഞു. ഞാൻ നിർമ്മലനാണോ കർത്താവേ? എന്നെ തന്നെ സമർപ്പിക്കാൻ ഞാൻ യോഗ്യതയുള്ളവനാണോ കർത്താവേ? പാപമുണ്ട്, കറവാട്ടം, ചുളുക്കൊക്കെ മാറ്റണമേ. പകയും പിടക്കവും ദന്തപക്ഷവും ജാരശങ്കയും മാറ്റണമേ. അപ്പോ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങളും വിശുദ്ധരായിരിക്കാൻ സ്വർഗം കാക്കണം. ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളെല്ലാം തരുന്ന എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാർ, ഈ പ്രക്ഷേപണം കൈകാര്യം ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, മീഡിയ ലോകത്ത് കവർ ചെയ്യുന്ന എല്ലാ സ്ഥാനത്ത് ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരട്ടെ. ചില പ്രാർത്ഥനാ മുറിക്കകത്ത് അത്ഭുത വിടുതൽ നടക്കട്ടെ. ചില ഭാരമുള്ള കല്ലുകൾ പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്ത് മാറ്റട്ടെ. ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണത്. എൻ്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഈ വർഷത്തിൻ്റെ അവസാനം ഒരത്ഭുതം ചെയ്തെന്ന് പറയുക. ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ അവർ മുട്ടുമടക്കുക, ഭാരങ്ങളെ മാറ്റി യേശു ഞങ്ങൾക്ക് വഴികൾ തുറക്കുമെന്ന് പ്രത്യാശയോടെ യാത്ര ചെയ്യുവാൻ നിന്റെ മക്കളെ ദൈവം ബലപ്പെടുത്തണം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ ബ്ലസ് ചെയ്തു. തുടർന്നും അനുഗ്രഹിക്കണം. കൈവിടപ്പെട്ടു പോകരുത്. ഈ സന്ദേശം കേട്ട് എല്ലാവരും നിത്യതയുടെ കവാടത്തിൽ, അനന്ത നിത്യതയിൽ ഞങ്ങൾക്ക് വേണ്ടി കൂലിയും പ്രതിഫലവുമായി നാഥൻ വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി തുറന്ന കവാടത്തിനകത്ത് ഈ മക്കളെല്ലാം ഒരുമിച്ച് കാണുന്ന ഒരു സുദിനം വന്നിരിക്കുന്നതിനാ സ്തോത്രം. തുടർന്നും വഴി നടത്തും മഹത്വം അപ്പച്ചന്. യേശു ക്രിസ്തുവിൻ
യേശുവിൻ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ലോർഡ്. നന്ദിയപ്പ.